എല്ലാവർക്കും സ്പൈസ് ട്രഷേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വാനില ഐസ്ക്രീമിന്റെ റെസിപ്പിയാണ്. ഈ ഐസ്ക്രീം ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് കസ്റ്റർഡ് പൗഡർ യൂസ് ചെയ്തിട്ടാണ്. വളരെ എളുപ്പമാണ്. ഈ ചൂടത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഐസ്ക്രീം തയ്യാറാക്കാനേ നമുക്ക് 1/2 ലിറ്റർ പാലാണ് വേണ്ടത്. അതിൽ നിന്ന് കുറച്ച് പാൽ ഞാനൊരു ബൗളിലേക്ക് എടുത്തിരിക്കുകയാണ്. കസ്റ്റർഡ് പൗഡർ നമുക്കൊന്ന് ലംസ് ഇല്ലാതെ കലക്കിയെടുക്കാനായിട്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ഇനി ഈ പാലിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വാനില ഫ്ലേവറിലെ കസ്റ്റർഡ് പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ റാസ്ബെറിയോ സ്ട്രോബെറി ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നന്നായിട്ട് ലംസ് ഇല്ലാതെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പാലിലേക്ക് ആഡ് ചെയ്യുമ്പോൾ കട്ട പിടിക്കില്ല. ഇനി ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 10 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു ഐസ്ക്രീമൊക്കെ ആകുമ്പോൾ കുറച്ച് മധുരം വേണമല്ലോ. അപ്പോൾ 10 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്തത്. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യത്തിന് ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കണം. പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ കസ്റ്റർഡ് പൗഡറും പാലും കൂടി, ആ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കസ്റ്റർഡ് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ നല്ല തിക്കായിട്ട് കുറുകി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരുപാട് തിക്കാക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ ഇത് തണുക്കുമ്പോൾ പിന്നെയും തിക്കാവും. അപ്പോൾ അത് കൺസിസ്റ്റൻസി ശരിയാവില്ല. അപ്പോൾ ഒരുപാട് തിക്കല്ല, ഒരു സെമി തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്കിത് ഒന്ന് ആക്കിയെടുക്കാം. കണ്ടില്ലേ, നമ്മളിത് ഇളക്കി കൊടുക്കും തോറും കുറുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടെ ഒന്ന് തിക്കാവുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റർഡ് ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ നമുക്ക് തിക്കാക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് തണുത്ത് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ തിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ കളറും കണ്ടില്ലേ, കുറച്ചുകൂടെ ഡാർക്ക് കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് ഫുള്ള് മാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഒരു തുള്ളി പോലും ചൂടുണ്ടാവാൻ പാടില്ല. എന്നാലേ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഈ കസ്റ്റർഡ് ഒന്ന് തണുത്തതിന് ശേഷം വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കാം. നെക്സ്റ്റ് നമുക്ക് വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് ഓൾറെഡി മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്. നിങ്ങൾക്ക് മധുരം ഇല്ലാത്തതാണ് കിട്ടുന്നതെങ്കിൽ അതനുസരിച്ച് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പക്ഷേ നമ്മൾ കേക്കിന് ചെയ്യുമ്പോൾ സ്റ്റിഫ് പീക്ക് ആക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിവിടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. കണ്ടില്ലേ, ഒരുപാട് സ്റ്റിഫായിട്ട് ഞാൻ ബീറ്റ് ചെയ്തിട്ടില്ല. കേക്കിന് ചെയ്യുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് സ്റ്റിഫായിട്ടും അല്ല ചെയ്തിരിക്കുന്നത്. ഒരു ക്രീമി കൺസിസ്റ്റൻസിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വാനില കസ്റ്റർഡ് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ നല്ലൊരു വേറൊരു കൺസിസ്റ്റൻസി ആയിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ കൺസിസ്റ്റൻസി ടോട്ടലി മാറിയിരിക്കുകയാണ്. നല്ല തിക്കായിട്ടുണ്ട് നമ്മുടെ കസ്റ്റർഡ്. കാരണം നമ്മൾ ഒരു കസ്റ്റർഡ് തയ്യാറാക്കി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ചൂട് മാറുമ്പോഴത്തേക്ക് അത് പിന്നെയും കട്ടിയാകും. അപ്പോൾ അതനുസരിച്ച് കസ്റ്റർഡ് തയ്യാറാക്കുക. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഇനി വേറെ ഒരു കളേഴ്സോ ഒന്നും ചേർക്കുന്നില്ല. ഈ കസ്റ്റർഡിൻ്റെ യെല്ലോ കളർ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ കസ്റ്റർഡും വാനില എസൻസും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടി ബീറ്റ് ചെയ്താൽ മതി. ഓവർ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, ഞാൻ എല്ലാം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് ഏത് പാത്രത്തിലാണോ നമുക്ക് ഇത് സെറ്റ് ആക്കേണ്ടത് അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു കളറും ആഡ് ചെയ്തിട്ടില്ല. കസ്റ്റർഡിൻ്റെ തന്നെ ഒരു യെല്ലോ കളറാണിത്. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു സ്ക്വയർ ഷേപ്ഡ് ടിന്നിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കേക്കിൻ്റെ ടിന്നിലെ സാധാരണ ഒരു മൗളിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള പാത്രത്തിൽ വേണമെങ്കിലും ഒഴിച്ചു വെക്കാവുന്നതാണ്. അപ്പം ഞാൻ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഫുള്ള് മിശ്രിതവും ഈ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഐസ്ക്രീമിനെ നന്നായിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക 2 മണിക്കൂറത്തേക്ക്. 2 മണിക്കൂറിന് ശേഷം ഈ ഐസ്ക്രീം ജസ്റ്റ് ഒന്ന് സെറ്റായി കിട്ടും. അപ്പോൾ അത് വെളിയിലെടുത്തതിന് ശേഷം പിന്നെ ഒന്നുകൂടെ നമുക്ക് മിക്സിയിൽ അടിക്കുക, അല്ലെങ്കിൽ
ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചൊന്ന് നന്നായിട്ട് വിപ്പ് ചെയ്തതിന് ശേഷം പിന്നെയും ഓവർനൈറ്റ് സെറ്റ് ചെയ്യണം. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നോക്കൂ, ഐസ്ക്രീം കുറച്ചൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഫുള്ളായിട്ട് സെറ്റായിട്ടില്ല, ഈ ഒരു കൺസിസ്റ്റൻസിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഐസ്ക്രീം ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം, എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഐസ്ക്രീമിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കും പോലത്തെ സെയിം ആയിട്ട് കിട്ടും, നല്ല ക്രീമി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത് തന്നെ. അപ്പം ഞാനിവിടെ ഐസ്ക്രീം നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മുടെ അതേ ടിന്നിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഈ സ്റ്റെപ്പ് നിങ്ങൾ പരമാവധി സ്കിപ്പ് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഐസ്ക്രീമിൻ്റെ കൺസിസ്റ്റൻസി നല്ല കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇനി ഈ പാത്രത്തിന് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചോ അല്ലെങ്കിൽ ഒരു പാത്രം വെച്ചോ അടച്ചതിന് ശേഷം ഓവർനൈറ്റ് സെറ്റ് ചെയ്യുക. ഫ്രീസറിലാണ് വെക്കേണ്ടത്. അപ്പോൾ അത് നോക്കിയേ, നമ്മുടെ വാനില ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാൻ രാത്രിയാണ് തയ്യാറാക്കി വെച്ചത്. രാവിലെ ആയപ്പോഴത്തേക്കും കറക്റ്റ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തെടുക്കാം, എന്നിട്ടൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കണ്ടില്ലേ, കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ഐസ്ക്രീം തയ്യാറായി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വാനില ഐസ്ക്രീം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ കുറച്ച് ഡെക്കറേഷനായിട്ട് നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗൈസ്, ഈ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഈ ചൂടുകാലത്ത് ഇത് കഴിക്കുമ്പോൾ ആഹാ എന്ത് സുഖമാണെന്നറിയോ ഈ ഐസ്ക്രീം കഴിക്കാനായിട്ട്. വെറും ഒരു കസ്റ്റർഡ് പൗഡർ വെച്ച് ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീം തയ്യാറാക്കാൻ പറ്റുന്നത് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കാം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള കിടിലൻ റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.